ഇന്ന് ഞാൻ ഉമ്മർ സാറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഉമ്മുക്ക എന്നാണ് വിളിക്കാറ്. ജീവിതത്തിൽ പാവത്താനായ ഒരു മനുഷ്യ സ്നേഹിയെ മലയാള സിനിമയിൽ പറയാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കെ പി ഉമ്മർ തന്നെയായിരിക്കും. സിനിമകളിൽ ക്രൂരനായ വില്ലനായിരുന്നു ഇല്ലേ, ശരദേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാവം മനുഷ്യനായിരുന്നു, പച്ചയായ മനുഷ്യനായിരുന്നു. ആരുടെ മുഖത്ത് നോക്കി, ഇനി വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ആരുടെ മുഖത്ത് നോക്കിയും അപ്രിയ സത്യങ്ങളാണെങ്കിൽ പോലും പറയാൻ മടിയില്ലാത്ത ഏക നടനായിരുന്നു ശ്രീനിവാസനായി പോകുന്നു കെ പി ഉമ്മർ. മുഖത്ത് നോക്കി പറയും. അത് ഞാൻ ഉമ്മർ കഥകൾ ചെയ്ത എപ്പിസോഡുകൾ നോക്കിയാൽ അറിയാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡയലോഗുകൾ. കോഴിക്കോട്ട് കച്ചിനാതൊടിയിലെ പുതിയപുരയിൽ മറിയം ബീവിയുടെയും താഴത്തേരി മുഹമ്മദ് കോയയുടെയും രണ്ടാമത്തെ മകനായി 1934 ഡിസംബർ 9-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. 2001 ഒക്ടോബർ 29-ന് കിഡ്നിയുടെ ഫങ്ഷനിലെന്തോ രോഗം വന്നാണ് അദ്ദേഹം മരിക്കുന്നത്. മറിയം ബി, അഷറഫ്, അബ്ദുൾ റഷീദ്, 3 മക്കൾ. റഷീദിനെ നിങ്ങൾക്കറിയാം. വടക്കൻ വീരഗാഥയിൽ ചന്തുവിനെ കൊല്ലാനായിട്ട് വരുന്ന 2 പിള്ളേരിൽ ഒന്ന് വൈശാലിയിൽ അഭിനയിച്ച സഞ്ജയായിരുന്നു, മറ്റതാണ് റഷീദ്. കുറച്ച് സിനിമകളിൽ റഷീദ് അഭിനയിച്ചു. ഇപ്പം റഷീദിൻ്റെ രൂപം കണ്ടാൽ പ്രായമൊക്കെ കയറി നല്ല വയറൊക്കെ വെച്ച്, അന്ന് സ്ലിമ്മായിരുന്നു റഷീദ്. ദുരിതങ്ങൾ നിറഞ്ഞ ബാല്യമായിരുന്നു ഉമ്മർക്കയുടേത്. മാനസരോഗിയായ പിതാവ് എപ്പോഴോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. 10ാമത്തെ വയസ്സിലാണ് നഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. അതിനുശേഷം ഉമ്മർക്കയെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ ഉമ്മയുടെ ബാപ്പയായിരുന്നു, ലോക്കൽ ഗാർഡിയൻ അല്ലെങ്കിൽ രക്ഷിതാവ്. കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിലും ഗണപത് ഹൈസ്കൂളിലുമാണ് ഉമ്മുക്ക പഠിച്ചത്. 17ാമത്തെ വയസ്സിൽ ആരാണ് അപരാധി എന്ന നാടകത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, 17 വയസ്സുള്ളപ്പോൾ. അതും ജമീല എന്ന കഥാപാത്രം ഒരു സ്ത്രീ വേഷമായിരുന്നു. നല്ല വെളുത്ത് ഡാൾഡ പോലെ ഇരിക്കുന്ന ശരീരമല്ലേ ഉമ്മുക്കയുടെ. ഉമ്മുക്കയുടെ ആത്മകഥ വായിച്ചു നോക്കണം. ആത്മകഥയിൽ ആദ്യത്തെ പേജിൽ തന്നെ അദ്ദേഹം പറയുന്നത് മദ്രസയിൽ പഠിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ ദുരുപയോഗം ചെയ്ത ഈ പഠിപ്പിക്കുന്ന ആളിനെ കുറിച്ചാണ്. ആര് പറയും? ഉമ്മുക്ക അതും പറഞ്ഞിട്ടുണ്ട്. കാരണം വെളുത്ത് തടിച്ചിരിക്കുന്ന ഒരു ഡാൾഡ കുട്ടിയായിരുന്നു ഉമ്മുക്ക. സുന്ദരിയായ ജമീല സ്റ്റേജിൽ ശ്രദ്ധേയമായി. ഒറ്റ വേഷത്തോടെ കെ പി ഉമ്മറും ശ്രദ്ധിക്കപ്പെട്ടു. കെ ടി മുഹമ്മദിൻ്റെ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബിൽ സജീവ അംഗമായിരുന്നു. അങ്ങനെ കെ ടി മുഹമ്മദിൻ്റെ മനുഷ്യൻ കാരാഗ്രഹത്തിലാണ് എന്ന നാടകത്തിലായിരുന്നു പിന്നീട് അഭിനയിച്ചത്. തുടർന്ന് കെ ടിയുടെ പ്രശസ്തമായ നാടകം ഏതെന്ന് ചോദിച്ചാൽ ഇത് ഭൂമിയാണ്. നാടകത്തിൽ 19 വയസ്സുള്ളപ്പോൾ 90 വയസ്സുള്ള ഹാജിയാരായിട്ടായിരുന്നു കെ പി ഉമ്മർ അഭിനയിച്ചത്. ആലോചിക്കുക, 19 വയസ്സേ ഉള്ളൂ, പക്ഷേ 90 വയസ്സുള്ള ഹാജിയാരായിട്ട് അഭിനയിച്ചു. ഇതോടെ കെ പി ഉമ്മർ എന്ന നടനെ പ്രേക്ഷകർ കൈയടിച്ച് സ്വീകരിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മറ്റ് സംസ്ഥാനങ്ങളിലും നിറഞ്ഞ സദസ്സിലാണ് ഈ ഇതുഭൂമിയാണ് കളിച്ചത്. ഇതുഭൂമിയാണ് എന്ന നാടകത്തിലൂടെ കെ പി ഉമ്മർ എന്ന നടൻ ജനിച്ചു എന്ന് തന്നെ പറയാം. മുസ്ലിം സമുദായത്തിലെ ഒരു കൂട്ടർ നാടകത്തിനും ഹാജിയാർക്കുമെതിരെ തിരിഞ്ഞു. സത്യങ്ങൾ പറയുന്ന, അപ്രിയ സത്യങ്ങൾ പറയുന്നത് പൊതുസമൂഹത്തിന് ഇഷ്ടമല്ലല്ലോ. ഇതുഭൂമിയാണ് എന്ന് പറഞ്ഞ നാടകത്തിലെ ഹാജിയാരെ ഒരു നല്ല പ്രബലമായ ഒരു മുസ്ലിം പക്ഷത്തിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവർ നാടകത്തിനും ഹാജിയാർക്കുമെതിരെ തിരിഞ്ഞു. ആ വേഷം അവിസ്മരണീയമാക്കിയ കെ പി ഉമ്മറിനെതിരെ തിരിഞ്ഞിട്ടും അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. അദ്ദേഹം ഇതുഭൂമിയാണ് എന്ന് പറഞ്ഞ നാടകം എവിടെയെല്ലാം കളിക്കാമോ, എപ്പോഴെല്ലാം കളിക്കാമോ അവിടെ എല്ലാം പോയി കളിച്ചു. സ്വന്തം കുടുംബത്തിൽ പോലും കെ പി ഉമ്മറിന് ഒരു വില്ലൻ്റെ പരിവേഷമായി ഈ നാടകത്തോടെ. ബാപ്പയുടെ തിരോധാനത്തിന് ശേഷം കുടുംബം നോക്കി നടത്തിയ അമ്മാവൻ പോലും ഉമ്മറുമായിട്ട് ഇടഞ്ഞു. വീട്ടിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയായി. പി പി ഉമ്മർകോയ, സ്വാതന്ത്ര്യസമര സേനാനികളായ പി പി ഉമ്മർകോയയും അപ്പക്കോയയും പോലുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഉമ്മറിന് സഹായഹസ്തം നീട്ടി. കെ ടി മുഹമ്മദിൻ്റെയും തിക്കൊടിയൻ്റെയും നാടകങ്ങളുടെ സജീവമായ കെ പി ഉമ്മർ പ്രൊഫഷണൽ വേദിയിലെത്തുന്നത് കെ പി എ സിയിലൂടെയാണ്. പക്ഷേ ഒരിക്കലും അദ്ദേഹം കെ പി എസ് സി ഉമ്മർ എന്നറിഞ്ഞിട്ടേ ഇല്ല, കെ പി ഉമ്മർ എന്നേ അറിഞ്ഞിട്ടുള്ളൂ. ഇതിനിടയിൽ തന്നെ കെ പി എസ് സിയിൽ അഭിനയിക്കാൻ പോകുന്നതിനിടയിൽ തന്നെ
പി ഭാസ്കരൻ സംവിധാനം ചെയ്ത രാരിച്ചൻ എന്ന പൗരനടക്കം ചില സിനിമകളിൽ ചെറിയ ചെറിയ മുഖങ്ങൾ കാട്ടി, ചെറിയ വേഷങ്ങൾ. KPSCയിൽ KP ഉമ്മർ സജീവമായതോടെ അശ്വമേധം, ശരശയ്യ, മൂലധനം, പുതിയ ആകാശം, പുതിയ ഭൂമി, മുടിയനായ പുത്രൻ തുടങ്ങിയ നാടകങ്ങളിലൊക്കെ KP ഉമ്മറായിരുന്നു നായകൻ. അശ്വമേധത്തിലെ ഡോക്ടർ തോമസ് ആർക്കും മറക്കാൻ കഴിയുന്ന പ്രകടനമായിരുന്നില്ല ഉമ്മക്കേട്. ഇത് സിനിമയാക്കി. അശ്വമേധം സിനിമയാക്കിയപ്പോൾ ഡോക്ടർ തോമസ് ആയത് സത്യമാഷായിരുന്നു. അപ്പോൾ സത്യമാഷ് KP ഉമ്മർ അവിസ്മരണീയമാക്കിയ നാടകം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യമാഷ് KP ഉമ്മറിനെ കണ്ട് താങ്കൾ മനോഹരമാക്കിയ ആ വേഷം, ഡോക്ടർ തോമസ് എന്നുള്ള വേഷം ഞാൻ സിനിമയിൽ ചെയ്യുന്നു എന്ന് പറയാൻ ഒരു മടിയും കാണിച്ചില്ല. അതാണ് സത്യമാഷ്. 1965 MGയുടെ മുറപ്പെണ്ണ് സിനിമയിൽ വീണ്ടും സജീവമായ വേഷം കിട്ടി. സ്വാർത്ഥനായ അനിയൻ എന്ന കഥാപാത്രം. തുടർന്ന് നഗരമേ നന്ദിയിലെ വില്ലൻ, ആ കഥാപാത്രവും ശ്രദ്ധേയമായതിലൂടെ സുന്ദരനായ വില്ലനായി ധാരാളം കഥാപാത്രങ്ങൾ പിന്നെ KP ഉമ്മറിനെ തേടി വന്നു. സത്യനും പ്രേം നസീറും മധുവും അടക്കമുള്ള അക്കാലത്തെ നായകന്മാർ സ്വഭാവ നടന്മാരായി സദ്ഗുണസമ്പന്നന്മാരായി അഭിനയിക്കുന്ന സിനിമകളിൽ പോലും വില്ലൻ കഥാപാത്രത്തിൻ്റെ സ്ഥാനത്ത് KP ഉമ്മറിനെ മലയാള സിനിമ അങ്ങ് പ്രദർശിച്ചു. സിനിമയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഒരാളൊരു വേഷം നന്നായി ചെയ്താൽ പിന്നെ അയാളെ തേടി വരുന്ന എല്ലാം അത്തരം വേഷങ്ങളായിരിക്കും. ഇപ്പം തന്നെ CBI കുറിപ്പടക്കം കുറേ സിനിമകളിൽ പ്രതാപചന്ദ്രൻ ഒരു പോലീസുകാരെയൊക്കെ വെല്ലുവിളിക്കുന്ന, CBI പോലും വെല്ലുവിളിക്കുന്ന, എടാ CBI ഇറങ്ങി വാടാ എന്നൊക്കെ പറയുന്നില്ലേ. അതിനുശേഷം പ്രതാപചന്ദ്രൻ പിന്നെ അങ്ങനത്തെ വേഷങ്ങളിലായിപ്പോയി. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വേഷമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ആ കൊല്ലം തുളസി വിളിക്കും. അങ്ങനെ സിനിമയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ മധുവും നസീറും സത്യമാഷും ഒക്കെ അഭിനയിച്ച സിനിമകളിലെ വില്ലൻ വേഷങ്ങൾ തുടർച്ചയായി KP ഉമ്മറിന് കിട്ടി. ഇതിനിടയിൽ കരുണ സിനിമയിൽ ഉപഗുപ്തൻ്റെ വേഷമടക്കം, ഉദ്യോഗസ്ഥ, അർച്ചന, പാടുന്ന പുഴ, ഭാര്യമാർ സൂക്ഷിക്കുക, കണ്ണൂർ എക്സ്പ്രസ് തുടങ്ങി കുറേ സിനിമകളിൽ, ഒരുപാട് സിനിമകളിൽ KP ഉമ്മർ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് അദ്ദേഹത്തിന് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഐ വി ശശിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് ഉമ്മർക്ക്. ശ്രദ്ധയിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല, ശരീരം എത്തുന്നിടത്ത് മനസ്സും എത്തുന്നില്ല. ക്യാമറയുടെ മുന്നിൽ വന്നു നിന്ന് സഹപ്രവർത്തകരുടെയും ആൾക്കാരുടെയും മുന്നിൽ പരിഹാസ്യ കഥാപാത്രമാകാൻ എനിക്ക് വയ്യ ശശി, എന്നെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ശ്രദ്ധയിൽ നിന്ന് പിൻവാങ്ങി. പിന്നെ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അകമേ ഒന്നും പുറമേ മറ്റൊന്നും കാണിക്കാത്ത മനുഷ്യനായിരുന്നു KP ഉമ്മർ. മനസ്സിൽ എന്നും എല്ലാവരോടും നന്മ കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു KP ഉമ്മർ. ഒന്നും മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയില്ല. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അദ്ദേഹം നോക്കാറേയില്ല. മനസ്സിൽ എന്ത് തോന്നുന്നോ, ഇപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ഒരു കാര്യം കേട്ടപ്പോൾ ഇങ്ങനെ അല്ലല്ലോ എന്ന് തോന്നിയാൽ അദ്ദേഹം അങ്ങനെ അല്ല എന്ന് തന്നെ പറഞ്ഞിരിക്കും. അത് ആരോടായാലും പറയും. അതിനാൽ തന്നെ പെട്ടെന്ന് ചൂടാകുകയും ചെയ്യുമായിരുന്നു ഉമ്മർക്ക്. കണ്ണൊക്കെ തുറച്ച് പെട്ടെന്ന് ചൂടായി സംസാരിക്കും. കലാസംവിധാന രംഗത്ത് നിന്ന് സിനിമാ സംവിധാനത്തിലേക്ക് വന്ന ആളാണ് ഐ വി ശശി. എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പേര് വെച്ചിട്ട് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. തുടക്കകാലത്ത് തന്നെ ഉമ്മുഖയുമായി അടുത്ത ബന്ധം പുലർത്താൻ ഐ വി ശശിക്ക് കഴിഞ്ഞു. ടി വാസുദേവിന് വേണ്ടി AB രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ ഡീലക്സ് ഐ വി ശശി അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുകയാണ്. ഐ വി ശശി കലാസംവിധാനം ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. ഈ സിനിമയിലും അദ്ദേഹം കലാസംവിധായകനാണ്. പ്രേം നസീർ നായകനായ കണ്ണൂർ ഡീലക്സിൽ വേണു എന്ന വേഷത്തിൽ ഉമ്മർക്കുണ്ടായിരുന്നു. പിന്നാലെ ഐ വി ശശി വർക്ക് ചെയ്ത സിനിമ എന്ന് പറയുന്നത് കാറ്റ് വിതച്ചവൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. നിങ്ങൾക്ക് കാറ്റ് വിതച്ചവനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരണമെങ്കിൽ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞ യേശുദേവനെക്കുറിച്ച് പാടുന്ന ആ ഒരൊറ്റ ശൈല പാടിയ ആ ഒരൊറ്റ പാട്ട് ഓർത്താൽ മതി, കാറ്റ് വിതച്ചവൻ എന്ന് പറഞ്ഞ സിനിമയെ ഓർക്കാൻ. ആ സിനിമ റവറൻറ്റ് സുവി എന്ന് പറഞ്ഞ ആളാണ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത്. അതൊരു ക്രിസ്ത്യ സഭയ്ക്ക് വേണ്ടിയാണ്. KP ഉമ്മറും വിജയ് നിർമ്മലയുമായിരുന്നു അതിലെ ജോഡികൾ. വിജയ് നിർമ്മല നിങ്ങൾക്കറിയാം, ഭാർഗവിയായി മനോഹരമായ പ്രകടനം കാഴ്ചവെച്ച വിജയ് നിർമ്മല. പിന്നെ ലോക റെക്കോർഡ് നേടിയ, ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്ത വനിതാ സംവിധായിക എന്നുള്ള പേര് നേടിയ വിജയ് നിർമ്മല. പൂച്ചൽ ഖാദർ എഴുതി പീറ്റർ റൂബിൻ സംഗീതം നൽകിയ
നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞാൽ മേരി ശൈലജയുടെ ഒറ്റ പാട്ട് മതി കാറ്റ് വിതച്ചവരനെ പറ്റി ഓർക്കാൻ. സെറ്റിൽ സംവിധായകൻ സുവി ഒരിക്കലും കാണാറില്ല. സംവിധായകന് പേരേ ഉള്ളൂ, അദ്ദേഹം സെറ്റിൽ കാണാറില്ല. പകരം ഐ വി ശശി തന്നെയാണ് സിനിമ ചിത്രീകരിക്കുന്നത്. ഇതുപോലെ തൻ്റെ പേരിൽ ഒരു പടം ചെയ്തു തരണമെന്ന് ആ സിനിമയിൽ ഉമ്മറിനോടൊപ്പം അഭിനയിക്കുന്ന വിജയ നിർമ്മല ഐ വി ശശിയോട് ആവശ്യപ്പെട്ടു. പണത്തിന് അത്യാവശ്യമുള്ള സമയമായതുകൊണ്ട് ഐ വി ശശി അത് ഏറ്റു. ആ സിനിമയാണ് വിജയ നിർമ്മല ആദ്യമായി സംവിധായികയായ കവിത. പിന്നെ അവർ വച്ചടി വെച്ച് കയറ്റമായിരുന്നു. പക്ഷേ കവിത എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തത് ഐ വി ശശിയാണ്. പക്ഷേ പേര് വെച്ചിരിക്കുന്നത് വിജയ നിർമ്മലയുടെ പേരാണ്. അങ്ങനെ മലയാളത്തിലെ ആദ്യ വനിതാ സംവിധായിക എന്ന ക്രെഡിറ്റ് വിജയ നിർമ്മലയ്ക്കായി. അവർ തന്നെ നിർമ്മിച്ച സിനിമയ്ക്ക് അവരാണ് കാശ് മുടക്കിയത്. പക്ഷേ നിർമ്മാതാവിൻ്റെ പേര് വെച്ചിരിക്കുന്നത് ഐ വി ശശി എന്നാണ്. അന്നത്തെ കാലത്തെ സിനിമയുടെ ഒരു യൂണിറ്റിയാണ് മനസ്സിലാക്കാൻ. അദ്ദേഹം കാറ്റ് വിതച്ചവൻ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്യുന്നു. സംവിധായകൻ ആ ലൊക്കേഷനിൽ പോലും ഇല്ല. അത് കണ്ടപ്പോൾ വിജയ നിർമ്മലയ്ക്ക് തോന്നി, ഞാൻ കാശ് മുടക്കി ഒരു സിനിമ ചെയ്യാം, സംവിധാനം എന്ന് എൻ്റെ പേര് വയ്ക്കാനായിട്ട് ഒരു സിനിമ ചെയ്തു തരുമോ എന്ന് കേൾക്കുമ്പോൾ ഐ വി ശശി ചെയ്യുന്നു, പൈസ കിട്ടിയാൽ മതി. അപ്പോൾ വിജയ നിർമ്മല ചെയ്ത മാന്യത ആ പടത്തിൻ്റെ നിർമ്മാതാവിൻ്റെ പേര് ഐ വി ശശിയുടെ വെച്ചു. എന്നിട്ട് സംവിധാനം വിജയ നിർമ്മല എന്ന് വെച്ചു. ഈ സിനിമയിലും കെ പി ഉമ്മറിന് ഐ വി ശശി പ്രാധാന്യമുള്ള വേഷം നൽകി. കാറ്റ് വിതച്ചവൻ്റെയും കവിതയുടെയും തിരക്കഥാകൃത്ത് ആലപ്പി ഷെരീഫായിരുന്നു. അവളുടെ രവുകളൊക്കെ എഴുതിയ ആലപ്പി ഷെരീഫ്. ഇന്നലെ ഒരാൾ ഇവിടെ ഈ ലൊക്കേഷനിൽ ഐ വി ശശിയെ കാണാൻ ഒരാൾ വന്നു. ഇത് ഇന്നലെ ഒരാളെന്ന് ഞാൻ പറയാൻ കാര്യം, അദ്ദേഹം ഇത് കെ പി ഉമ്മറിനോട് സംസാരിച്ചു. അദ്ദേഹത്തെ കാണാൻ വന്നത് കോഴിക്കോട്ട് സ്വന്തമായി സിനിമാ തിയേറ്ററൊക്കെ ഉള്ള ഒരു രാമചന്ദ്രനാണ്. ഒരു സ്വതന്ത്ര സംവിധാനമായി മാറുവാൻ താല്പര്യമില്ലായിരുന്ന ഐ വി ശശിയെ തിരക്കഥാകാരൻ ആലപ്പി ഷെരീഫും രാമചന്ദ്രനും പിന്നെ കെ പി ഉമ്മറും കൂടി നിർബന്ധിച്ചു, നിങ്ങൾ സിനിമ ചെയ്യണം. പക്ഷേ രാമചന്ദ്രനോ ആലപ്പി ഷെരീഫോ പറഞ്ഞിട്ട് വീഴാത്ത ഐ വി ശശി ഐ വി ശശിയെ മാറ്റി ചിന്തിപ്പിച്ചത് കെ പി ഉമ്മറായിരുന്നു. മിസ്റ്റർ ശശി, എല്ലാവരും മിസ്റ്റർ ചേർത്തല്ലേ ഉമ്മറൊക്കെ വിളിക്കുള്ളൂ, മിസ്റ്റർ ശശി, ഒരു സിനിമ ചെയ്യാൻ ഇവിടെ നിർമ്മാതാവ് ഇല്ലാതെ പലരും അലയുമ്പോൾ, നമ്മളെ തേടി അവസരം വരുമ്പോൾ അത് വേണ്ട എന്ന് വയ്ക്കരുത്. ആന മണ്ടത്തരമാണ് നിങ്ങളങ്ങനെ തീരുമാനിക്കുന്നതെങ്കിൽ. നിങ്ങൾക്ക് പണിയറിയാം, സംവിധാനം എന്തെന്ന് ചെയ്യാൻ ഒരു ക്യാമറ വച്ചാൽ എങ്ങനെ ഷോട്ട് എടുക്കണമെന്ന് നിങ്ങൾക്കറിയാം, ധൈര്യമായി കൈ കൊടുക്കൂ എന്ന് കെ പി ഉമ്മർ പറഞ്ഞതിൻ്റെ പേരിലാണ് രാമചന്ദ്രൻ്റെ മുരളി മൂവീസ് എന്നായിരുന്നു പേര്. മുരളി മൂവീസ് രാമചന്ദ്രൻ്റെ സിനിമ, ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യാൻ ഐ വി ശശി ഏറ്റത്. കെ പി ഉമ്മറിൻ്റെ പ്രചോദനം ഒന്നുകൊണ്ട് മാത്രമാണ് സംവിധായകനാവാൻ ഐ വി ശശി മുരളിക്ക് കൈകൊടുത്തു. ഒരു വെറും വില്ലനായിരുന്ന കെ പി ഉമ്മറിനെ നായക വേഷത്തിലേക്ക് കൊണ്ടുവന്നതായിരുന്നു ഐ വി ശശി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. പടത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു, ഉത്സവം. ഉത്സവത്തിൽ കെ പി ഉമ്മറാണ് നായകൻ. ഉത്സവത്തിലെ നായകനായി ഉമ്മറിനെ ശശി നിശ്ചയിക്കുമ്പോൾ കെ പി ഉമ്മർ കരുതിയത് ശശി ഉപകാരസ്മരണയ്ക്ക് നന്ദി കാണിക്കുന്നതാണ് എന്ന് തോന്നി. കാരണം ഒരു സിനിമ പിടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നായകനാക്കുകയാണോ എന്ന് ഉമ്മറിനൊരു സംശയം. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ശശി, ബലാത്സംഗ വീരനായ എന്നെ നായകനാക്കുന്നത് നിൻ്റെ കരിയറിനെ ബാധിക്കും. ഇപ്പോൾ ആര് പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നെ നായകനാക്കാനായിട്ട് ഒരു സംവിധായകൻ തീരുമാനം എടുക്കുമ്പോൾ ഞാൻ പറയുകയാണ്, തൻ്റെ കരിയറിനെ താൻ നശിപ്പിക്കുകയാണ്. കാരണം ഞാനൊരു ബലാത്സംഗ വീരനാണ്, എൻ്റെ ഇമേജ് അതാണ്, എന്നെ വെച്ച് നിങ്ങൾ സിനിമ ചെയ്യരുത് എന്ന് പറഞ്ഞു. വിതരണക്കാരും ഇത് തന്നെ പറഞ്ഞു. അക്കാലത്ത് സ്ഥിരം വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളെ നായകനായി കൊണ്ടുവന്നാൽ ജനം സ്വീകരിക്കില്ല. പക്ഷേ ഐ വി ശശി ഉറച്ചു നിന്നു. ഉത്സവത്തിൽ കെ പി ഉമ്മർ നായകനായി. ഉമ്മറുമായുള്ള ആ സൗഹൃദ ബന്ധം അദ്ദേഹത്തിൻ്റെ മരണം വരെ ഐ വി ശശി സൂക്ഷിച്ചു. തൻ്റെ സിനിമയിലെല്ലാം ഉമ്മയ്ക്ക് ഒരു വേഷം ഉറപ്പിച്ചിരുന്നു ഐ വി ശശി. ഐ വി ശശി സീമ വിവാഹത്തിലെ അടക്കം, ഉമ്മർക്കയുടെ അയൽവക്കക്കാരനാണ് ഐ വി ശശി. അപ്പോൾ ഐ വി ശശി സീമയുമായിട്ടുള്ള വിവാഹമടക്കം ഐ വി ശശിയുടെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു കാരണവരെ പോലെ മുന്നിൽ നിന്ന് സജീവമായി പ്രവർത്തിച്ച ആളായിരുന്നു കെ പി ഉമ്മർ. എനിക്ക് കെ പി ഉമ്മർ അച്ഛനും ബാപ്പയും സഹോദരനും നല്ല സഹപ്രവർത്തനവുമായിരുന്നു എന്നാണ് മരണം വരെയും ഐ വി ശശി പറയുമായിരുന്നത്. കോഴിക്കോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രദ്ധയുടെ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് പോലും മോഹൻലാൽ നായകനാവുന്ന സിനിമ, അതിൽ
ഉമ്മക്ക ഉണ്ടാകണം, ഉമ്മക്ക ഇല്ലാതെ ഞാനൊരു സിനിമ ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്ന ആളായിട്ട് പോലും ശരീരവും മനസ്സും പ്രായമായി ശശി, എന്നെ നിങ്ങൾ ശല്യപ്പെടുത്തണ്ട, ഞാൻ വരുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വഴിമാറി സഞ്ചരിച്ചു. കാരണം ഈ പ്രോംപ്റ്റിങ്ങൊക്കെ കേൾക്കാനോ അത് കേട്ട് മനസ്സിലേക്ക് പതിപ്പിക്കാനോ അത് തൻ്റെ പ്രതാപകാലത്ത് ചെയ്തിരുന്ന പോലെ അഭിനയിച്ച് കാട്ടാനോ ഒന്നും കഴിയുന്നില്ല എന്ന് അദ്ദേഹം തന്നെ മാർക്കിട്ടു. സീനുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തിരക്കഥ വാങ്ങി വായിച്ചിട്ട് KP ഉമ്മർ നൽകുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിഭാധനായ സാഹിത്യകാരനെ തിരിച്ചറിയാൻ എന്നെ സഹായിച്ചു എന്നാണ് IV ശശി പറയാറ്. തിരക്കഥയിൽ IV ശശി നടത്തുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തിരക്കഥ എഴുതണമെന്ന് എപ്പോഴും IV ശശിയെ പ്രേരിപ്പിച്ചിരുന്ന ആളായിരുന്നു ഉമ്മർക്ക. വ്യത്യസ്തനായ വ്യക്തിത്വം എന്നാണ് IV ശശി ഉമ്മറിനെ വിലയിരുത്തുന്നത്. വ്യത്യസ്തനായ വ്യക്തിത്വം.